ആഹാ എങ്ങനെയുണ്ട്? നല്ല ഏ നല്ല ഈ ചൂട് കാലത്ത് പറ്റിയ ഒരു ഐറ്റം ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത്. ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഒരു രക്ഷമില്ല, എന്നെ ചൂടല്ലേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന 2 ഐറ്റം, കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ ഒരു തണ്ണിമത്തൻ ജ്യൂസും. അതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ചൂടായതുകൊണ്ടാണ് ഇന്ന് ഞാൻ അത് തന്നെ തിരഞ്ഞെടുത്ത്. അപ്പോൾ സമയം കളയാതെ എങ്ങനെയാണ് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ആദ്യമേ നോക്കാം. ഇതുപോലെ ഒരു ബൗൾ അങ്ങോട്ട് ഇട്ട് വെക്കുക. നമ്മളിത് ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഈ പാലും കൊണ്ട് വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ഇച്ചിരി എളുപ്പത്തിന് വേണ്ടി പാൽപ്പൊടി എടുത്തതേ ഉള്ളൂ. ഇതേപോലെ ഒരു കപ്പ് പാൽപ്പൊടി അങ്ങോട്ട് എടുക്കാം. അപ്പം മധുരം ഒട്ടും കുറയണ്ട. കുറച്ച് പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നത്, ആ പഞ്ചസാരയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര എടുത്തിരിക്കുന്ന ഒരു 4 ടേബിൾ സ്പൂൺ അളവിലാണ്. നമ്മൾ അടുത്തായിട്ട് കോൺഫ്ലവറാണ്. ഞാൻ 1 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് സോഡാപ്പൊടിയാണ്, ഒരു നുള്ളു സോഡാപ്പൊടി അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. കോൺഫ്ലവറിനും സോഡാപ്പൊടിയൊക്കെ ആവശ്യത്തിന് ചേർത്ത ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. ആദ്യം ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാര്യം കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ചൂടുവെള്ളം, ഒരുപാട് വേണ്ട, ചെറു ചൂടായി അരിക്കണമെന്നേ ഉള്ളൂ. ആ ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി, ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ, കാര്യം പച്ചവെള്ളം ഒഴിച്ചാൽ ശരിയാകത്തില്ല. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ കൂടിപ്പോകല്ലേ കേട്ടോ. കറക്റ്റ് പരുവത്തിനെ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. കാര്യം വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇതിങ്ങനെ കുറുകുറാന്നിരിക്കുന്ന ഈ കണ്ടൻസ്ഡ് മിൽക്കിൽ നിന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുപോലെ വേണം അത് റെഡിയാക്കുക. നമ്മൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് റെഡിയാക്കുന്ന അതിനകത്തിനാണെന്നറിയാം, ഏതായാലും തണ്ണിമത്തൻ ജ്യൂസുണ്ട്, അതിൻ്റെ അകത്തോട്ട് ചേർക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ റെഡിയാക്കുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, അറിയാൻ പറ്റാത്തവർക്ക് വേണം ചെയ്ത് നോക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുണ്ട്, അതെ നല്ലപോലെ ഇതുകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ കട്ടയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. സാധാരണ ഈ കണ്ടൻസ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മേഡ് ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് ഇന്ന് കടയിൽ നിന്ന് അങ്ങ് മേടിക്കത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട്. കാര്യം വളരെ എന്താ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതേപോലെ കണ്ടോ, കട്ടയൊക്കെ എല്ലാം ഒന്ന് മാറിയ ശേഷം ഇത് ഞാനൊന്ന് മാറ്റി വെക്കുകയാണ്. അടുപ്പൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് കത്തിച്ചിട്ടുണ്ട്. നമുക്കിതേപോലെ പാൻ അടുപ്പത്തോട്ട് വെക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ കുറച്ച് വെക്കുകയാണ്. അപ്പോൾ ഇത് പാനൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നേരെ ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം. കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ചെറിയ തീയിൽ ഒരു 2 അല്ല ഒരു 3 മിനിറ്റുള്ളിലാകണ്ട, അത്ര സമയം ഒന്ന് അടുപ്പത്തിരിക്കട്ടെ. തീ കൂടിക്കഴിഞ്ഞാൽ ഇത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ തീയിൽ ഒരു 3 മിനിറ്റുള്ളിൽ ഇരിക്കേണ്ട കാര്യമില്ല. കാര്യം വെള്ളം കൂടുതലുണ്ടെങ്കിൽ കുറച്ച് സമയം കൊണ്ടിരിക്കണം. ഇതിപ്പോൾ കറക്റ്റ് രീതിയിലാണ് ആ വെള്ളം ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കൂറും. ഇത് കണ്ടോ, കാര്യം കോൺഫ്ലവറൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരല്പം കൂടി തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലപോലെ കൂറി വരും. ഇത് തൽക്കാലം നമ്മൾ അടുപ്പ് നിർത്തിയിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഇത് തണുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഈ തണ്ണിമത്തൻ ഒന്ന് റെഡിയാക്കാം. ഇതങ്ങോട്ട് മുറിച്ച്, ശരിക്കും പറഞ്ഞാൽ ഈ ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു സാധനം ഈ തണ്ണിമത്തനായിരിക്കും. ഇനി നമുക്ക് ഈ തണ്ണിമത്തൻ ഒന്ന് മുറിച്ചെടുക്കാം. ഇതേപോലെ ചെത്തി കുരുകുരാന്നൊന്ന് ചെത്തി നമുക്ക് അപ്പോൾ ഇതിൻ്റെ കുരു വേണമെങ്കിൽ പറക്കി കളയാവുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നിർബന്ധമുള്ളവർക്ക് കുരു വേണമെങ്കിൽ കളയാം. അപ്പം നമ്മൾ കുരു കളയുന്നില്ല, ഇത് ഇങ്ങനെ തന്നെ അങ്ങ് ചെത്തി ഇടുക. കാര്യം എന്താണെന്ന് വെച്ചാൽ കുരു കളയാൻ പോകാൻ സമയം ഒരുപാടാവും.
അപ്പോൾ ഇതിൻ്റെ പകുതി നമ്മൾ ഇതേപോലെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതുകൂടെ അങ്ങോട്ട് എടുക്കാം. ഇനി നമുക്ക് കുറച്ച് തണ്ണിമത്തൻ വലുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞ് ഇച്ചിരി ഏലക്ക പൊടിച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് അടച്ച് അപ്പം നമ്മൾ ഈ ജ്യൂസ് അടിച്ച് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. നമ്മുടെ കണ്ടൻസേർഡ് മിൽക്ക് തണുത്ത് നല്ല കുറുകി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പാലാണ്. ഇത് നമ്മൾ തിളപ്പിച്ചാറ്റി ഇതുപോലൊരു മഗ്ഗിൻ്റെ അകത്ത് വെച്ചിരിക്കുകയായിരുന്നു. കുറച്ച് പാലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തൊരു ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മധുരമൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ ചേർക്കാവുന്നതാണ്. മധുരം കൂടുതൽ വേണ്ടവരുമാണ്, കുറവുണ്ട് അല്ലേ, അതൊക്കെ ഓരോരുത്തർ നമ്മളെ ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കും. തണ്ണിമത്തൻ്റെ കുരുവായി കിടക്കുന്നത്. നമുക്ക് കുറച്ച് ഐസ് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇത് ആവശ്യത്തിന് മധുരം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നേരെ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ജ്യൂസും കണ്ടൻസ്ഡ് മിൽക്കും ഈ ചൂട് സമയത്ത് തീർച്ചയായിട്ടും ഇതൊക്കെ ആർക്കാണ് ഇഷ്ടമല്ലാത്ത, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെ. ഷംല ജ്യൂസ് എടുത്ത് കഴിച്ചു നോക്കി. സ്പൂൺ ഇട്ട് കഴിഞ്ഞു, ഒരു സ്പൂൺ എനിക്കൊരു. ഇനി ഇരുന്ന് സ്വസ്ഥമായിട്ട് ജ്യൂസ് കൊടുക്കും. എങ്ങനെയുണ്ട്? നല്ല നല്ല ഈ ചൂട് കാലത്ത് പറ്റിയ ഒരു ഐറ്റം ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത്. അടിപൊളി കേട്ടോ. നല്ല ഇത് പറഞ്ഞല്ലേ, ഈ ചൂട് സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ ഒരു ഉന്മേഷമൊക്കെ കിട്ടും. കാര്യം ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഇവിടുത്തെ എല്ലാം വേണേലും വെള്ളം മേടിച്ച് കുടിക്കും. കാര്യം ആഹാരത്തിനെക്കാട്ടി കൂടുതലും ഇപ്പോൾ ആൾക്കാർ കഴിക്കുന്നത് ഇതേപോലെ എന്തെങ്കിലും ജ്യൂസൊക്കെ ആയിരിക്കും, അല്ല നാരങ്ങകളൊക്കെ ആയിരിക്കും. കാര്യം അത്രയേറെ ചൂടാണ്. ഇതേപോലെ സത്യമായിട്ട് ഒരു ജ്യൂസ് കുടിച്ചപ്പോഴത്തേക്കും ആ ക്ഷീണമൊക്കെ അങ്ങ് മാറി. അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. കാര്യം നമ്മളിത് ചെയ്തിട്ട് പറയല്ല, ഷംലയുടെ അഭിപ്രായമാണ്. ഇപ്പം ആരും ചെയ്ത് നോക്കിയാൽ തന്നെ ഇതേപോലെ ചെയ്ത് നോക്കിയാൽ ആരും കുറ്റം പറയത്തില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ മിൽക്ക് വേഡും കൂടെ നമ്മൾ ഉണ്ടാക്കിയല്ലോ, അതുകൂടെ ഉണ്ടാക്കി ഇതിൻ്റെ അകത്ത് വെച്ചപ്പോൾ അതിൻ്റെ ടേസ്റ്റും കിട്ടുന്നുണ്ട്. അപ്പം നല്ല ഒരു രുചിയുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക അല്ലേ. അപ്പം ഇഷ്ടംപോലെ തണ്ണിമത്തം കിട്ടുന്നുണ്ട്, എല്ലായിടത്തും ഇഷ്ടം പോലെ ഉണ്ട്. വലിയ വിലയൊന്നുമില്ല. തീർച്ചയായിട്ടും നിങ്ങൾ തണ്ണിമത്തം മേടിക്കുമ്പോഴത്തേക്കും ഇതേപോലെ ഒരു ജ്യൂസ് ഉണ്ടാക്കി നോക്കി, പിള്ളേർക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും.